സി പോസിറ്റീവ് ന്യൂസിൽ ഇനി അതിഥിയുടെ സമയമാണ്. സി പോസിറ്റീവ് ന്യൂസിൽ അതിഥിയായി എത്തുന്നത് മലപ്പുറത്തു നിന്നുള്ളൊരു കൊച്ചുമിടുക്കനാണ്. പേര് ജോസ് കുട്ടി. ഇവൻ ആളൊരു കിടിലമാണ്. എന്താണെന്ന് പ്രേക്ഷകർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. ഇവൻ 4 മിനിറ്റ് കൊണ്ട് 41 സൂചികളിൽ കണ്ണുകെട്ടി ഡാൻസ് ചെയ്ത്, അതുമാത്രമല്ല സ്കേറ്റിങ്ങിലൂടെയാണ് നൂല് കോർക്കുന്നത്. നിരവധി പുരസ്കാരങ്ങളും ഈ കൊച്ചുമിടുക്കനെ തേടിയെത്തിയിട്ടുണ്ട്. കോട്ടയത്താണ് ജന്മദേശമെങ്കിലും ഇപ്പോൾ താമസിക്കുന്നത് മലപ്പുറത്താണ്. മലപ്പുറം കുട്ടിലങ്ങാടി സർക്കാർ സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മറ്റു ചില വ്യത്യസ്ത കഴിവുകളും ജോസുകുട്ടിക്കുണ്ട്. ഈ വിശേഷങ്ങളെല്ലാം നമുക്ക് ജോസുകുട്ടിയോട് തന്നെ ചോദിച്ച് മനസ്സിലാകാം. ജോസുകുട്ടി, സ്വാഗതം സി പോസിറ്റീവ് ന്യൂസിലേക്ക്. അതിൽ തന്നെ ഞാൻ ജോസുകുട്ടി എന്ന ആ ഒരു പേരിലേക്ക് പോവാണ്. ജോസുകുട്ടി എന്ന് മോന് പേരിട്ടത് ആരാണ്? അച്ഛൻ തന്നെയാണോ? കാരണം നമ്മൾ ഈ ഒരു പുതു തലമുറയിൽ ജോസുകുട്ടി എന്നുള്ളൊരു പേര് അധികമൊന്നും കേട്ടിട്ടില്ല, അല്ലേ? എനിക്ക് ജോസുകുട്ടി എന്ന് പേര് വെച്ചത് എൻ്റെ അച്ഛൻ്റെ അച്ഛന്. അതെ. എന്തായാലും നമുക്ക് ഇനി ജോസുകുട്ടിയുടെ പല പല കഴിവുകളിലേക്ക് പോകാം. ജോസുകുട്ടി അങ്ങനെ ചില്ലറക്കാരനൊന്നുമല്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കണ്ണ് കെട്ടി നൂല് കോർക്കുമ്പോൾ നമുക്ക് തന്നെ കണ്ണ് തുറന്നു വെച്ച് നൂല് കോർക്കാൻ, സൂചിയിൽ നൂല് കോർക്കാൻ തന്നെ പറ്റാത്തൊരു സ്ഥിതിയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അപ്പോഴാണ് കണ്ണ് കെട്ടിക്കൊണ്ട്, അതുമാത്രമല്ല ഡാൻസും ചെയ്യും. അത് സ്കേറ്റ് ബോർഡിൽ അല്ലെങ്കിൽ സ്കേറ്റിംഗ് ഷൂവിലാണ് ഡാൻസ് ചെയ്ത് നൂല് കോർക്കുന്നത്. എങ്ങനെയാണ് ഇത് സാധിച്ചത് ജോസുകുട്ടിക്ക്? പ്രാക്ടീസ് കൊണ്ട് കഴിയുന്നു. എത്ര കാലം കൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സംഭവം, ഈ കണ്ണ് കെട്ടി സ്കേറ്റ് ബോർഡിൽ നിന്നുകൊണ്ടൊക്കെ നൂല് കോർക്കുന്നത്? ഒരു 5 years ആയി കാണും. ഈ സ്കേറ്റിംഗ് ഏത് പ്രായം തൊട്ടാണ് ജോസുകുട്ടി പരിശീലിച്ച് തുടങ്ങിയത്? 4 വയസ്സ് തൊട്ട്. അപ്പോൾ ഈ കണ്ണ് കെട്ടി അതിലൂടെ നൂലും കൂടെ കോർക്കാമെന്ന് ആരായിരിക്കും ജോസുകുട്ടിയുടെ അടുത്ത് പറഞ്ഞത്? അതൊരു വ്യത്യസ്തമായൊരു കാര്യമല്ലേ? ജോസുകുട്ടി, കേൾക്കാമോ ഞാൻ സംസാരിക്കുന്നത്? ജോസുകുട്ടി, കേൾക്കാമോ? മോൻ്റെ അടുത്ത് ആരാണ് പറഞ്ഞത് ഈ കണ്ണ് കെട്ടി നൂല് കോർത്തുകൊണ്ട് സ്കേറ്റ് ബോർഡിൽ നിന്നുകൊണ്ട് ചെയ്യാമെന്ന് ആരാണ് പറഞ്ഞത്? അല്ലെങ്കിൽ ആരാണ് ഈ ഒരു മേഖലയിലേക്ക് ഒന്ന് മാറ്റിയത്? ഞങ്ങള് ഒരു ദിവസം എറണാകുളത്തിന് പോയപ്പം അച്ചാച്ചന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ. ആ ഫ്രണ്ട് ഞങ്ങളെ അതിലൂടെ ഒന്ന് ചെല്ലാൻ പറഞ്ഞു വിളിച്ചു. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നപ്പം പുള്ളി ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തന്നു. കണ്ണ് കെട്ടിയിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്തു നോക്കാൻ. അപ്പൊ ഈ 4 മിനിറ്റ് കൊണ്ട് 41 സൂചികളിലൊക്കെ ജോസുകുട്ടി നൂല് കോർക്കുവോ? അത് അതിനപ്പുറം ചെയ്യുവോ? 2 മിനിറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. ഓ, 2 മിനിറ്റ് മതി ജോസുകുട്ടിക്ക് ഇത്രയും നൂല് സൂചിയിൽ കോർക്കാൻ, അല്ലേ? എന്തായാലും ഇതല്ലാണ്ട് മറ്റെന്തൊക്കെ കലാപരിപാടികളാണ് ജോസുകുട്ടിയുടെ കയ്യിലുള്ളത്? വേറെ ജഗൽ ചെയ്യും, മിക്സ് ക്യൂബ് ചെയ്യും, പിന്നെ കത്തി വെച്ച് ആളെ നിർത്തിയിട്ട് കുത്തും. ഇതെല്ലാം ഈ കണ്ണ് കെട്ടി സ്കേറ്റ് ബോർഡിൽ നിന്നുകൊണ്ടൊക്കെ തന്നെയാണോ ചെയ്യുന്നത്? അപ്പോൾ ഈ സ്കേറ്റ് ബോർഡിംഗ് ആണ് ജോസുകുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, അല്ലേ? എന്തൊക്കെ പുരസ്കാരങ്ങളാണ് ഈ ഒരു മേഖലയിൽ നിന്ന് ജോസുകുട്ടി കിട്ടിയത്? ഈ ഒരു സ്കേറ്റിംഗിൽ നിന്നൊക്കെ എന്തൊക്കെ പുരസ്കാരം കിട്ടി? 3 വേൾഡ് റെക്കോർഡ് കിട്ടി, വേറൊരു ടാലന്റ് ബുക്കിന്റെ റെക്കോർഡും കിട്ടി. വേൾഡ് റെക്കോർഡൊക്കെ ജോസുകുട്ടി മേടിച്ചത് എന്താണ് അത് വേൾഡ് റെക്കോർഡിലേക്ക് എത്തിയത്? ഏത് കാര്യം ചെയ്തപ്പോഴാണ്? സൂര്യനൂല് കോർത്തതിന്റെ ആണല്ലേ? ഓക്കെ. ഈ 2 മിനിറ്റ് കൊണ്ട് ഇത്രയധികം സൂചികളിൽ നൂല് കോർത്തു എന്നുള്ള വേൾഡ് റെക്കോർഡാണ്. അതും സ്കേറ്റ് ബോർഡിൽ നിന്നുകൊണ്ട് കണ്ണ് കെട്ടി. അപ്പോൾ ഈ ഒരു സ്കേറ്റിങ്ങിൽ ജോസുകുട്ടിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വരുന്ന ആരാണ് വീട്ടില്? അച്ഛനും ഇത് ചെയ്യുന്ന ആൾ തന്നെയാണോ? സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആൾ തന്നെയാണോ അച്ഛനും?
ഓ, ജോസൂട്ടിയെ അദ്ദേഹം അച്ഛൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വേറെ ആരൊക്കെ ഉണ്ട് വീട്ടിൽ? അനിയനോ അനിയത്തിയോ ചേച്ചിയോ ചേട്ടനോ ഒക്കെ ഉണ്ടോ? അനിയനും ഉണ്ട്, അനിയത്തിയും ഉണ്ട്. അവരും ജോസൂട്ടിയുടെ പിന്നാലെ സ്കേറ്റിംഗ് ബോർഡിലേക്ക് വരുന്നുണ്ടോ? അത് സ്കേറ്റിംഗിലേക്ക് വരുന്നുണ്ടോ? അനിയത്തി സ്കേറ്റ് ചെയ്യും. അനിയത്തിക്ക് ഇങ്ങനെ കണ്ണ് കെട്ടിയൊക്കെ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടോ ജോസൂട്ടിയെ പോലെ? അവൾ നന്നായിട്ട് പാട്ട് പാടും. ഓ, നന്നായിട്ട് പാട്ടും. ഓക്കെ. എന്തായാലും ജോസൂട്ടി സ്കൂളൊക്കെ തുറന്നല്ലോ, അപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു ഹീറോ ലുക്കൊക്കെ ഉണ്ടോ ജോസൂട്ടി? കാരണം ഇത്രയും വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയതല്ലേ. അറിയത്തില്ല. ഫ്രണ്ട്സൊക്കെ ജോസൂട്ടിയുടെ അടുത്ത് എപ്പോഴും ഈ നല്ല പോലെ ഈ ഒരു കാര്യം ഒക്കെ നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഫ്രണ്ട്സൊക്കെ? ഫ്രണ്ട്സ് ജോസൂട്ടി കേൾക്കാമോ? ഓക്കെ. അപ്പോൾ എന്തായാലും ജോസൂട്ടി വരും നാളുകളിലും ഇതുപോലെ വ്യത്യസ്തമായ പല പല കാര്യങ്ങൾ, ഇതേപോലെ സ്കേറ്റ് ബോർഡ്, കണ്ണ് കെട്ടിക്കൊണ്ട് ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ ഇതിൻ്റെ ഇടയിൽ കൂടെ? ഈ സ്കേറ്റ് ബോർഡിൽ നിന്നുകൊണ്ട് ചെയ്യും, നൂല് കോർക്കും, കണ്ണ് കെട്ടി അല്ലേ? തീർച്ചയായും. എന്തായാലും അതൊക്കെ വളരെ വ്യത്യസ്തമായ കാര്യമാണ്. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തതാണ് ജോസൂട്ടിയെ പോലത്തുള്ള കൊച്ചു മിടുക്കന്മാരൊക്കെ ചെയ്യുന്നത്. എന്തായാലും വളരെ അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും വരും നാളുകളിലും വരും വർഷങ്ങളിലും ജോസൂട്ടിക്ക് ഇതിലും നന്നായിട്ട് തന്നെ, അല്ലെങ്കിൽ ഇതിലും വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്നാണ് ഇപ്പോൾ ഞാൻ ആശംസിക്കുന്നത്. ജോസൂട്ടി, ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.